നമസ്തേ. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കാൻ രജിസ്ട്രാർ വേദിയിലെത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരം? ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിപാടി റദ്ദാക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ടോ? പരിപാടി റദ്ദാക്കിയെന്ന് കാണിച്ച് രജിസ്ട്രാർ സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് ഇമെയിൽ അയച്ചത് വൈസ് ചാൻസലറുടെ അനുമതി തേടിയായിരുന്നു. സെനറ്റ് ഹാളിലെ ചടങ്ങ് വൈകാനും അവസാന നിമിഷം അനുമതി റദ്ദാക്കാനുമിടയായ സാഹചര്യവും വീഴ്ചയും വിശദീകരിക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദീകരണം നൽകാൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനോട് VC നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രജിസ്ട്രാർ VCക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. രജിസ്ട്രാർ പുറത്തേക്കോ? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടത് സഹയാത്രികനും കോളേജ് അധ്യാപകനുമായ ബിജി എബ്രഹാം എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ PS ഗോപകുമാർ, ഒരു സർവകലാശാലയിലെ രജിസ്ട്രാറുടെ റോളും റെസ്പോൺസിബിലിറ്റിയും എന്താണ്? രജിസ്ട്രാർ പരമാധികാരിയാണോ? വൈസ് ചാൻസലറുടെ അനുമതിയും അംഗീകാരവും ഇല്ലാതെ രജിസ്ട്രാർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനാവുമോ? സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സർവകലാശാലയുടെ പരമാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ ഗവർണറാണ് നിലവിൽ കേരള സർവകലാശാലയുടെ ചാൻസലർ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അധികാരം സർവകലാശാലയുടെ ചാൻസലറിൽ, അതായത് ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഗവർണറുടെ നിർദ്ദേശാനുസരണം ഇടപെടാനുള്ള അധികാരം പിന്നീട് ഉള്ളത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കാണ്. വൈസ് ചാൻസലറുടെ അറിവോ സമ്മതമോ ഇല്ലാതെ രജിസ്ട്രാർക്ക് സർവകലാശാലയുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം, എന്റെ ധാരണ. എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. ഇവിടെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇടപെടുകയും ആ വേദിയിൽ വന്ന് പത്രക്കാരോട് സംസാരിക്കുകയും ഇതിന്റെ അനുമതി ക്യാൻസൽ ചെയ്യുന്നു എന്ന് പത്രക്കാരോട് സംസാരിക്കുകയും മാത്രമല്ല ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി രാജ്ഭവനിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി നിന്ന ചാൻസലറെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്ന ആദ്യ വാക്കാലും പരിപാടി തീരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ആ പരിപാടി തുടങ്ങി അതിന്റെ സുഗമമായ നടത്തിപ്പിന്റെ ഇടയിൽ ഒരു കത്ത് മെയിൽ ചെയ്തിട്ടുള്ളതായിട്ടുമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് രജിസ്ട്രാർ സ്വന്തം നിലയിൽ ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് അദ്ദേഹത്തിന് അധികാരമില്ലാതും രജിസ്ട്രാറിന്റെ കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വമേധയാ അല്ല ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. അവിടെ സമാന്തരമായിട്ട് സർവകലാശാലയുടെ സെനറ്റ് ഹാളിലെ ഈ പരിപാടിയുടെ തയ്യാറെടുപ്പിനിടയിൽ കടന്നു വന്ന രജിസ്ട്രാർ ഇടപെടുന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ട് സർവകലാശാലയുടെ കവാടത്തിൽ ഏതാനും ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ തരത്തിൽ മാധ്യമങ്ങളോട് ഈ പരിപാടി അനുവദിക്കില്ല എന്നുള്ള നിലയിൽ വെല്ലുവിളികളും മറ്റും നടത്തുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധപ്പെടുകയുണ്ടായി. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് തത്സമയം. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ സമരത്തിന് തയ്യാറായിട്ട് ചില വിദ്യാർത്ഥികളും യുവജനങ്ങളും അല്ലാത്തവരും ഒക്കെ സംഘടിച്ചിട്ടുള്ളത്. അവിടെ ഒരു കലാപ സാമ്യമായ അന്തരീക്ഷം സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് ഉണ്ടായി. അപ്പൊ ഒരേ സമയത്ത് സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് വിദ്യാർത്ഥികളെ സമരത്തിന് പ്രേരിപ്പിച്ച് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രവർത്തിച്ചു. അതേപോലെ തന്നെ സെനറ്റ് ഹാളിൽ ഈ പരിപാടിയുടെ സജ്ജീകരണത്തിനിടയിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രാറും ഇടപെടുകയുണ്ടായി. ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണ്. രജിസ്ട്രാർ സ്വന്തം നിലയിൽ അല്ല ഈ ഇടപെടൽ നടത്തിയതെന്നും ഏതാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ താല്പര്യവും തീരുമാനവും
നിർദ്ദേശവും പാലിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ ഈ തരത്തിൽ ഇടപെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപകുമാർ, ഈ ഡോക്ടർ കെ എസ് അനിൽകുമാർ, രജിസ്ട്രാർ, കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹം എന്റെ അടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ ഈ തരത്തിൽ അഗ്രസീവായിട്ട് ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തുന്നയാൾ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പഠിച്ച എന്റെ സമീപത്തെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ തരത്തിൽ രജിസ്ട്രാർ എന്നുള്ള ചുമതലയിലേക്ക് സർവകലാശാലയിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പൊ ഈ സമയത്ത് പൊളിറ്റിക്കൽ ചിന്താഗതി ഉണ്ടാകാം, പക്ഷെ പ്രകടമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തതല്ലേ? രണ്ടാം വട്ടവും രജിസ്ട്രാറായി തുടരാനുള്ള ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തില്ലേ അല്ലേ? എക്സ്റ്റൻഷൻ കൊടുത്തു. ഈ സിൻഡിക്കേറ്റ്, നിലവിലുള്ള സിൻഡിക്കേറ്റിന്റെ ഒരു യോഗത്തിലാണ് ഞാനടക്കം എന്റെ ഒപ്പമുള്ള ഡോക്ടർ വിനോദ് കുമാർ ടി ജി നായർ സാറും ഞാനും ഞങ്ങളുടെ വിയോജനക്കുറിപ്പോട് കൂടിയാണ്, അതായത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സന്ദർഭത്തിലാണ്, വളരെ ധൃതി പിടിച്ചിട്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ശ്രീ മുരളീധരൻ നായർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ സിൻഡിക്കേറ്റ് യോഗം നീണ്ടുപോകുന്നു, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് 60 ദിവസത്തിൽ ഒരിക്കലാണ് എന്നുള്ള ആ ക്ലോസ്, ആ കണ്ടീഷൻ മറികടക്കുന്നു, വൈസ് ചാൻസലർ മറികടക്കുന്നു എന്നുള്ള ഒരു ആരോപണം കോടതിക്ക് മുന്നിൽ വെക്കുകയും അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഭാഗത്ത് നടക്കുന്നു. കേസിന്റെ വിധിയുടെ ഭാഗമായിട്ടല്ല, പക്ഷെ ആ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ യോഗം വിളിക്കുകയും യോഗത്തിൽ തിരക്കുകൂട്ടി ഈ അജണ്ട വരികയും ആ സമയത്ത് ആ ചർച്ചയിൽ ഞങ്ങള് കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പുനർനിയമനം നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടണം, അതുപോലെ തന്നെ ആ കാര്യത്തിൽ സൂക്ഷ്മമായ ഒരു സ്ക്രൂട്ടണി ആവശ്യമുണ്ട്. ഈ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. പാടില്ല എന്ന് ആ സമയത്ത് പറഞ്ഞില്ല, പക്ഷെ കൃത്യമായിട്ട് ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കപ്പെട്ടുകൊണ്ട് വേണം പുനർനിയമനം നൽകാൻ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ ഞങ്ങളുടെ ആ നിലപാടിനെ മറികടന്നുകൊണ്ട് മൃഗീയമായ സിൻഡിക്കേറ്റിലെ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തിരക്ക് പിടിച്ചാണ് അദ്ദേഹത്തിന് പുനർനിയമനം നൽകാൻ തീരുമാനമെടുത്തത്. ശ്രീ ആർ വി ബാബു, നോക്കൂ, ഇദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കുകയായിരുന്നു രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്. അങ്ങനെ പുനർനിയമനം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇംഗിതത്തിന് പൂർണ്ണമായും വഴങ്ങുന്ന ഒരാൾ ആയിട്ട് മാത്രമേ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ കാണാനാവൂ. മാത്രമല്ല, അന്നത്തെ ദിവസം സർവകലാശാല സെനറ്റ് ഹാളിൽ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആ വേദിയിൽ കയറി മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്, ഈ പരിപാടി ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഒരു മതത്തിൻ്റെ ചിഹ്നം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ധിക്കാരം കാണിക്കണമെങ്കിൽ സ്വാഭാവികമായും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ രജിസ്ട്രാർ അവിടെ എത്തിയത്? അതുമാത്രമല്ല, വൈസ് ചാൻസലറുടെ അനുമതി, ഇങ്ങനെയൊരു വിഷയം അവിടെ നടക്കുമ്പോൾ, ഇങ്ങനെയൊരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും വൈസ് ചാൻസലറുടെ അനുമതി തേടേണ്ടതായിരുന്നു. വൈസ് ചാൻസലറെ അറിയിക്കാതെയാണ് രജിസ്ട്രാർ നേരിട്ട് ആ വേദിയിലെത്തി സംഘാടകരോട് കയർത്ത് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം ഇടത് സംഘടനയുടെ അനുഭാവിയല്ല, അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച, അധ്യാപക സംഘടനയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം അവരുടെ ചട്ടുകമായിട്ട് തന്നെയല്ലേ പ്രവർത്തിച്ചത്? അങ്ങനെയല്ലേ കാണാനാവൂ? ഇപ്പോൾ ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ രജിസ്ട്രാർ അനിൽകുമാർ ഗുരുതരമായ രീതിയിലുള്ളൊരു ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അദ്ദേഹം CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി പ്രവർത്തിച്ചോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അടിസ്ഥാനപരമായി ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹം ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്നാണ്. എങ്ങനെയാണ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാധികാരി ചാൻസലറാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരിയായിട്ടുള്ള ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി,
രണ്ടാമത്, കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ എന്ന് പറയുന്നയാൾ ഗവർണറാണ്. ആ ഗവർണർ തന്നെയാണ് ചാൻസലർ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗവർണറും യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരിയായ ചാൻസലറുമായിട്ടുള്ള ഒരാൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി ക്യാൻസൽ ചെയ്യാനായിട്ട് അനിൽകുമാറിന് ഏത് തരത്തിലാണ് സാധിക്കുക? അതും തൻ്റെ തൊട്ടു മുകളിലുള്ള അധികാരിയുമായിട്ട്, ചാൻസലറുമായിട്ട്, വൈസ് ചാൻസലറുമായിട്ട് സംസാരിക്കാതെ യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരം കൈയാളുന്ന ഗവർണറുടെ പരിപാടി റദ്ദാക്കി എന്ന ഒരു തീരുമാനം എടുക്കാൻ ഒറ്റയ്ക്ക് അനിൽകുമാറിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മേൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായി കാണണം. അപ്പോൾ തങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളാണ് വേണ്ടത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം രണ്ടാം വട്ടവും അദ്ദേഹത്തിന് തന്നെ ഈ രജിസ്ട്രാർ എന്നുള്ള പദവി നീട്ടിക്കൊടുത്തത്. തങ്ങൾക്ക് വഴങ്ങുന്ന ഒരാൾ, തങ്ങളുടെ ആശയം നടപ്പാക്കുന്ന ആൾ. ഇപ്പോൾ നോക്കൂ, ഇവിടെ എന്തെല്ലാം നുണകളാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ മതപരമായ ചടങ്ങ് നടത്താൻ പാടില്ല, മതചിഹ്നങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഈ സെനറ്റ് ഹാളിൽ അത് പാടില്ല എന്ന് നിയമമുണ്ട്. 2024 ഡിസംബറിൽ ആണ്, അതോ 2023 ഡിസംബറിലോ, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അതായത് തിരുവനന്തപുരത്തെ YMCA, വാർത്ത ഉണ്ട്, തിരുവനന്തപുരം YMCA അവർ കരോൾ മത്സരം സംഘടിപ്പിച്ചു, ക്രിസ്മസ് ആഘോഷം. തിരുവനന്തപുരത്തെ വിവിധ പള്ളികളിലെ കൊയർ ടീം പങ്കെടുക്കുന്ന കരോൾ മത്സരം സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ വന്ന് പങ്കെടുത്ത് സംസാരിച്ചു. തികഞ്ഞ മതപരിപാടി സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. അവിടെ മതചിഹ്നങ്ങൾ വെച്ചു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ് 1-2 വർഷം മുമ്പ്. അപ്പോൾ ആ സെനറ്റ് ഹാളിൽ മതചിഹ്നം വെക്കാൻ പാടില്ല എന്നാണ്. അത് ഇവിടെ ഏതാണ് മതചിഹ്നം? അത് വേറൊരു വിഷയമാണ്. ഇദ്ദേഹം പറയുന്നത് ഭാരതമാതാവ് മതചിഹ്നമാണെന്നാണ്. ഭാരതമാതാവ് മതചിഹ്നം ആണ് എന്നുള്ള വിലയിരുത്തൽ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്കറിയാം. കാരണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ട് ഭാരതമാതാവിനെ ആർക്കും കാണാൻ സാധ്യമല്ല. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇനി മതചിഹ്നമാണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ പോലും രജിസ്ട്രാർക്ക് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം അവിടെ സെനറ്റ് ഹാളിൽ ക്രിസ്മസ് പരിപാടി നടത്തിയത് നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഇത് മതചിഹ്നം വെക്കുന്നു എന്ന്. അപ്പോൾ അതെന്താ മതചിഹ്നം വെക്കാൻ അദ്ദേഹം കാവി കണ്ടതുകൊണ്ടാണോ, കാവിയോടുള്ള അലർജിയാണോ അദ്ദേഹത്തിന് മതത്തോടുള്ള അലർജിയായിട്ട് തോന്നിയത്? കാവി എന്താ അങ്ങനെ അലർജിയുള്ള ഒരു സാധനമാണോ? അപ്പോൾ ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഗവർണറെ വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസൽ ചെയ്ത വിവരം അറിയിച്ചിരുന്നു, സംഘാടകരെ അറിയിച്ചിരുന്നു എന്നാണ്. അതെ അതെ, സംഘാടകരെ വളരെ നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. സംഘാടകർ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് അയച്ച മെയിൽ, അത് റിസീവ് ചെയ്ത ടൈമുണ്ട്, മെയിൽ അയച്ച സമയമുണ്ട്. ആ സമയം പരിപാടി തുടങ്ങി 10-11 മിനിറ്റിന് ശേഷമാണ് ആ മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങി ഗവർണർ വന്ന് ദേശീയഗാനം പാടി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സംഘാടകർക്ക് മെയിൽ അയച്ചു എന്ന് പറയുന്നത്. ഈ മെയിൽ അയക്കുമ്പോഴോ അനിൽകുമാർ ആരോട് സംസാരിച്ചിട്ടാണ് മെയിൽ അയച്ചത്? തൻ്റെ തൊട്ടുമുകളിലുള്ള ഏതെങ്കിലും അധികാരികളോട് സംസാരിച്ചോ? അതോ തൻ്റെ രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവനുസരിച്ചിട്ടാണോ? യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സെനറ്റ് ഹാളിൽ ഈ തരത്തിൽ ഒരു ചിത്രം വെച്ച് പരിപാടി നടത്തുന്നു എന്ന് SFIക്കാരെയും DYFIക്കാരെയും ആ ഗുണ്ടകളെ വിളിച്ചറിയിച്ചത് രജിസ്ട്രാറാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രജിസ്ട്രാർ വിളിച്ചു വരുത്തിയ ഗുണ്ടകളാണ് SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ. ഇത് ഗവർണർ പങ്കെടുത്ത ഒരു പ്രൈവറ്റ് പരിപാടിയാണ്. ഗവർണർ പങ്കെടുത്തൊരു ഔദ്യോഗിക പരിപാടിയല്ല, ഗവർണർ പങ്കെടുത്ത ഒരു പ്രൈവറ്റ് പരിപാടിയാണ്. ഒരു പ്രൈവറ്റ് പരിപാടിയിൽ എന്ത് വെക്കണം എന്നുള്ളത് അവിടുത്തെ സംഘാടകരുടെ വിവേചനാധികാരമാണ്. അങ്ങനെ ആ വിവേചനാധികാരം ഉള്ള സ്ഥാനത്ത് DYFIയും SFIയും വന്ന് സെനറ്റ് ഹാളിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആരെ? ഭാരതമാതാവിനെ. ക്രിസ്മസ് കരോൾ നടത്താൻ അവർക്ക് കുഴപ്പമില്ല, ക്രിസ്മസ് കരോൾ കൊടുത്താൻ കുഴപ്പമില്ല. അപ്പൊ ഇതെല്ലാം, അത് മാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പേരെന്തായിരുന്നു? നമ്പ്യാരെ ഓർക്കുന്നുണ്ടോ? ഇന്തിഫാദ എന്നായിരുന്നു. അതെ അതെ, പാലസ്തീനിലെ ഇന്തിഫാദ എന്നായിരുന്നു. അതെ, ഇന്തിഫാദ എന്നായിരുന്നു. അപ്പൊ ഹമാസിനെ പുകഴ്ത്താനും ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശാനും മടിയില്ലാത്ത കേരള യൂണിവേഴ്സിറ്റി, ആ കേരള യൂണിവേഴ്സിറ്റിയാണ്
ഭാരതമാതാവിൻ്റെ ചിത്രത്തോട് ഈ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, വൈസ് ചാൻസലർക്ക് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, രജിസ്ട്രാറുടെ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. രജിസ്ട്രാർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് ഇത് നടത്തിയത്. രജിസ്ട്രാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവിധ ഭരണഘടനാ തത്വങ്ങളെയും മര്യാദയെയും സർവീസ് ചട്ടങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് ഈ രജിസ്ട്രാർ എടുത്ത നിലപാടിന് ശക്തമായ നടപടി യഥാർത്ഥത്തിൽ ആവശ്യമാണ്. രജിസ്ട്രാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് ഒരു ഉചിതമായ നടപടി. അഡ്വക്കേറ്റ് സേനാപതി വേണു, രജിസ്ട്രാറുടെ റോൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞു. മാത്രമല്ല, രജിസ്ട്രാർക്ക് പരമാധികാരമൊന്നും കൊടുത്തിട്ടില്ല. രജിസ്ട്രാർ വൈസ് ചാൻസലറോട് ആലോചിച്ചിട്ടില്ല. രജിസ്ട്രാർ സ്വന്തം നിലക്ക് തീരുമാനമെടുത്തു. ഈ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും രജിസ്ട്രാർ നടപടി സ്വയം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയല്ലേ? നമ്പ്യാരെ, ഇങ്ങനെ ഒരു വിഷയം നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തതിന്, അത് പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളോടുള്ള ഒരു നന്ദി അറിയിക്കുക. മറ്റൊന്നുമല്ല, കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, ഈ വിഷയം നടക്കുന്നത് 26-ആം തോന്നുന്നു ഇതിന്റെ ഡേറ്റ്. ലോകം മുഴുവൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോകുന്നത് എത്രയോ എന്താ പറഞ്ഞാൽ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലെ TV ചാനൽ മുഴുവൻ DYFIക്കാരനും പോലീസും ഗവർണറെ തടയുന്നതിന്റെ ഉന്തും തള്ളും നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ചാനൽ ഉണ്ടായിരുന്നു ഞാൻ അതൊന്ന് തിരുത്തണം കേട്ടോ. ശുഭാൻശു ശുക്ലയൊക്കെ പോയതിനു ശേഷമാണ് കാണിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് ശുക്ലയ്ക്ക് കൊടുക്കേണ്ട അംഗീകാരം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് വൈകുന്നേരം RV ബാബുവും ഗോപകുമാറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഒരു വാർത്താ ബോധം എങ്ങോട്ട് പോകുന്നു എന്നുള്ള 3-മത്തെയോ 4-മത്തെയോ വാർത്തയായിട്ടാണ് ശുഭാംശു ശുക്ല അവിടെ ബഹിരാകാശ പേടകത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നതിന്റെ വാർത്ത. നമ്മൾ മലയാളികൾ ഈ വാർത്ത ഗവർണറെ തടയുന്നു, SFIക്കാരൻ പോലീസുമായിട്ട് ഉന്തും തള്ളും, എത്രയോ മണിക്കൂർ നേരമാണ് TV ചാനലുകളിലൊക്കെ ഈ വാർത്തകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വാർത്ത എടുത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ RV ബാബു പറഞ്ഞു, PS ഗോപകുമാർ പറഞ്ഞതിനോടും ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം. അപ്പം അവിടെ നടന്നത് തികച്ചും ഒരു സ്വകാര്യ സംഘടനയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു രജിസ്ട്രേഡ് സംഘടനയുടെ അവരുടെ സ്വകാര്യമായ ഒരു പരിപാടി മാത്രമാണ്. അവിടെ ഏത് ചിത്രം പ്രദർശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് അവിടെ എഴുതി വെക്കണമെന്നോ ഇതൊക്കെ അവർ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് മറ്റൊരു ഇടപെടലും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ സഹിഷ്ണുതയില്ലായ്മ എത്രയോ വലിയ തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണോ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ 2025 ജൂൺ മാസം നമ്മൾ ഇതിലെ തീരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അതിലൊക്കെ എത്രയോ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ താഴേക്ക് ഇപ്പോഴും പോകുന്നു. ഈ അസഹിഷ്ണുതയുടെ ഒരു തോത് വളർന്ന് എത്രയോ സങ്കുചിതമായിട്ട് നമ്മൾ പോകുന്നു എന്നുള്ളത്, അതാണ് നമ്പ്യാരെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ സർവകലാശാലകളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ലാത്തൊരു സ്ഥിതിവിശേഷം ഹൈക്കോടതി വരെ ചോദിച്ച ഒരു ഘട്ടം. 65ഓളം കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലാത്ത സ്ഥിതിവിശേഷം. വിദ്യാഭ്യാസം രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ താറുമാറായി എന്താ പറഞ്ഞേ, കേരളത്തിന്റെ പഴയ ആ ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ആർക്കും അറിയാൻ മേലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രജിസ്ട്രാറെ കുറിച്ചാണ്. ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനാണ്. രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഒരു കാരണവശാലും ഞാനിപ്പോ ഗവർണർ നടത്തിയ നടപടികളെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഔദ്യോഗികമായി അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി റദ്ദാക്കാനായി കേവലം രജിസ്ട്രാർ അതിന് ഉത്തരവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? ഇതാണല്ലോ നമ്മൾ റൂൾ ഓഫ് ലോ, ഭരണഘടന
നയിക്കുന്ന ഒരു നാടാണല്ലോ. ആ നാട്ടിലേക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രജിസ്ട്രാർക്ക് ചില കമ്പൽഷനുകൾ കാണും. കാരണം സിസ തോമസ് ഒരു ഉദാഹരണം പറഞ്ഞു, മനസ്സിലായോ? മുൻ ഗവർണർ നിശ്ചയിച്ച സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായി എന്ന ഒറ്റ തെറ്റിൽ സിസ തോമസിന് ഈ കഴിഞ്ഞ ആഴ്ച കണ്ടാണ് അവരുടെ പെൻഷൻ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. കാരണം ഭരിക്കുന്ന സർക്കാർ ഇപ്പൊ ഇടതുപക്ഷ സർക്കാരായിരുന്നു. ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നത് ഇനി രജിസ്ട്രാർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സിസ തോമസിന്റെ അനുഭവം, രജിസ്ട്രാർ എന്നത്തേക്കാണ് അദ്ദേഹം വിരമിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയത്തില്ല, ഈ സിസ തോമസിനുണ്ടായ ഒരു അനുഭവം ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിനും ഉണ്ടാകുമോ എന്ന് സംശയിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രങ്ങൾ, ഏതായാലും ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമൊന്നുമല്ല, നേതാവായിട്ടുള്ള അനിൽകുമാറിന് എന്തായാലും സിസ തോമസിന്റെ അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇനി അനിൽകുമാർ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? ഇപ്പൊ ഭരിക്കുന്ന ആളുകളാണല്ലോ. ഈ കാര്യത്തിൽ ഒരു അലങ്കോലപ്പെടുത്തലിന് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അതിന് നിന്നു കൊടുത്തില്ല എങ്കിൽ ഇനി അങ്ങനെ ഒരു അനുഭവം തനിക്കും ഉണ്ടാകുമോ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഒരു ചട്ടങ്ങളും പാലിക്കാതെ അദ്ദേഹം നേരിട്ട് സ്റ്റേജിൽ കയറി, അതും ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇത് ക്യാൻസൽ ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിയമവാഴ്ചയും അതോടൊപ്പം ഭരണഘടനാ വ്യവസ്ഥകളും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇയാൾ ഏത് ലോകത്തിൽ നിന്നാ വന്നിരിക്കുന്നത്? അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് അധികാരമാണ് ഇദ്ദേഹം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? അതാണല്ലോ അദ്ദേഹം പുറത്തു പറയേണ്ടത്. അപ്പോ ഇവിടെ നിശ്ചയമായിട്ടും രജിസ്ട്രാറുടെ നടപടി എന്ന് പറയുന്നത് അതൊട്ടും ഉചിതമായ ഒരു നടപടിയല്ല. ഉചിതമായ നടപടിയല്ല എന്ന് മാത്രമല്ല, അതൊരിക്കലും സ്വീകരിക്കേണ്ട ഒരാളല്ല. അവിടെ അദ്ദേഹം ചെയ്യേണ്ട നടപടി എന്താണ്? അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഗവൺമെന്റിനോട് ഉണ്ടെങ്കിൽ, ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച പരിപാടി, അത് ശ്രീപത്മനാഭ സേവാഭാരതിക്കാരുടെ പരിപാടിയാണ്, അവരുടേതായ സ്വകാര്യമായ പരിപാടിയാണ്, അതിന് അനുമതി കൊടുത്തിരിക്കുന്നു. ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ളതല്ലേ അവിടെ പറയേണ്ടതായിട്ടുള്ളൂ. ഓൾറെഡി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിപാടി തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിൽ അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോ നിശ്ചയമായിട്ടും ഇവിടെ നടന്നിരിക്കുന്നത് രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, കാരണം സർവകലാശാലയുടെ തലവനായി, അത് മാത്രമല്ലല്ലോ ഭരണകൂടത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി തലവനായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇതാ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് രജിസ്ട്രാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് നിശ്ചയമായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതൊന്നും ഇന്നുകൊണ്ട് അവസാനിക്കുന്നല്ലോ. നാളെയും ഗവർണർമാർ വരണം, പരിപാടികൾ നടക്കണം, സെനറ്റ് ഹാളിൽ വരണം, മറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ഇവർ വരണമല്ലോ. അപ്പോൾ വരുമ്പോൾ ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവർക്കൊക്കെ എതിരെ ഉചിതമായ സാങ്കേതിക പ്രശ്നം. ശ്രീ ഗോപകുമാർ, എന്തായാലും രജിസ്ട്രാർ മറുപടി നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത് നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. അതെങ്ങനെ ഉൾക്കൊള്ളാനാവും? അല്ല, ഇവിടെ പ്രഥമ ദൃഷ്ടിയ കേരളത്തിന്റെ ഭരണാധികാരിയും അതുപോലെ തന്നെ സർവകലാശാലകളെ സംബന്ധിച്ചതിന്റെ പരമാധികാരിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ പ്രത്യക്ഷത്തിൽ മുന്നിട്ടിറങ്ങിയത് രജിസ്ട്രാർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് കേരളം മുഴുവൻ കണ്ടതാണ്, കേരളമല്ല ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പൊ അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോ അവിടെ അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. മതചിഹ്നങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒന്നല്ല 2 കണ്ടീഷൻ, ഏതാണ്ട് 24ഓളം നിബന്ധനകള് സർവകലാശാല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ സംഘാടകരെ കൊണ്ട് അദ്ദേഹം ഒപ്പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു രണ്ടാമത്തെ നിർദ്ദേശമായിട്ട് അദ്ദേഹം ഒപ്പിടിച്ചു വാങ്ങിച്ച നിബന്ധനയിൽ പറയുന്നത് മതപരമായ ആരാധനകൾ പാടില്ല, അതേപോലെ തന്നെ മതപരമായ പ്രഭാഷണങ്ങൾ പാടില്ല. ഇത് രണ്ടും അവിടെ നടന്നിട്ടില്ല, നടത്താൻ സംഘാടകർക്ക് ഉദ്ദേശവുമില്ല. അവിടെ നടന്ന പരിപാടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 ഇനങ്ങളാണ്. ഞാനതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്, ആദ്യവസാനം പങ്കെടുത്തിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യക്രമം അനുസരിച്ച് തന്നെയാണ് അവിടെ പരിപാടി നടന്നത്. അതിലെ 2 ഇനങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സംഘാടകർ ഉൾപ്പെടുത്തിയത്. ഒന്ന്, ഇന്ത്യയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമായ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനങ്ങൾ അനുവദിച്ച
അതിന്റെ ഇരകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ട് 50 വർഷം പിന്നിടുകയാണ്. അപ്പോൾ 50 വർഷം പിന്നിടുന്ന സമയത്ത് 50 വർഷങ്ങൾക്ക് മുൻപ് കൊടിയ യാതനകൾ അനുഭവിച്ച ആളുകൾ വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വയോധികരാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അന്നത്തെ പീഡനത്തിൻ്റെതായ ബാക്കി പത്രങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ആദരിക്കപ്പെടേണ്ട ആ വയോധികരായിട്ടുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. 2, ഈ അടിയന്തരാവസ്ഥയുടെ പ്രാധാന്യം പൊതു തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനം. ഈ 2 പരിപാടി സംബന്ധിച്ച് മുൻകൂട്ടി സംഘാടകര് രജിസ്ട്രാറെ അറിയിച്ചിട്ടുള്ളതാണ്. ആ പരിപാടിക്കാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സർവകലാശാലയുടെ സ്ഥായിയായിട്ടുള്ള കണ്ടീഷനോടൊപ്പം ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കണ്ടീഷൻ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നിരോധനത്തിന് ഉപോത്ബലകമായി അദ്ദേഹം പറയുന്നത്, മതപരമായ ബിംബങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ അവർക്ക് കൊടുത്ത നിബന്ധനയിൽ ഉണ്ടായിരുന്നില്ല. മതപരമായ ആരാധന പാടില്ല, പ്രഭാഷണം പാടില്ല. ഇത് രണ്ടും അവിടെ നടന്നിട്ടുമില്ല. പരിപാടി അധ്യവസാനം പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഈ YMCA ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ശരിയല്ലേ? അത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സ്വകാര്യ സംഘടന അല്ലെങ്കിൽ മതപരമായ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ആ സമയത്ത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നീടാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ വന്നത്. അപ്പോ ഒരു വർഷം മുൻപ് അവിടെ ക്രിസ്മസ് കരോൾ നടന്നു. ക്രിസ്മസ് കരോള് മതേതര ക്രിസ്മസ് ആണോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട രജിസ്ട്രാറും മറ്റുള്ളവരുമാണ് ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ശ്രീമാൻ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സർവകലാശാലയുടെ കലോത്സവം, സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ കലോത്സവം ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഒന്നാണ്. ഹമാസിന്റെ പേര്, ഹമാസ് നമുക്കറിയാം, പാലസ്തീനില് ഹമാസ് നടത്തുന്ന വിശുദ്ധ യുദ്ധത്തിന് അവര് കൊടുക്കുന്ന പേരാണ് ഇന്തിഫദ. അത് അറബി നാമമാണ്. ഈ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പദം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ സർവകലാശാലയുടെ പൊതുപണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലോത്സവം നടത്താൻ സർവകലാശാല യൂണിയൻ തയ്യാറായതും അതുപോലെ തന്നെ സർവകലാശാലയുടെ രജിസ്ട്രാർ അടക്കം അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ പരിപാടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇടപെട്ടിട്ടാണ്, ചാൻസലറുടെ അടക്കം പരാതി പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അപ്പൊ മതപരമായ ബിംബങ്ങൾ അവിടെ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നും യാതൊരു പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഇതേപോലെയുള്ള ചർച്ചകളോ സർവകലാശാലയിലോ പുറത്തോ പൊതുമണ്ഡലത്തിലോ ഉണ്ടായിട്ടില്ല. ഇവിടെ സംഗതി വ്യക്തമാണ്. മതപരമായ ആരാധനകൾ നടത്തരുത് എന്നുള്ള കരാർ അവർ ലംഘിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉടമ്പടി ലംഘിച്ചിട്ടില്ല. മതപരമായ പ്രഭാഷണങ്ങൾ പാടില്ല എന്നുള്ള നിബന്ധന ലംഘിക്കപ്പെട്ടിട്ടില്ല. ഇത് ലംഘിക്കുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാനും കഴിയില്ല. അങ്ങനെ യാതൊരു സൂചനയും അവിടെ ഇല്ല. അവിടെ ഭാരത മാതാവിന്റെ പടം മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് ഈ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലെ ബഹുമാനപ്പെട്ട ചാൻസലർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗവർണറായിട്ട് കേരളത്തില് ആദ്യമായിട്ട് വന്നയാളല്ല. ഇതിനു മുൻപ് പല സംസ്ഥാനങ്ങളിലും ഗവർണർ പദവി ഇരുന്നു. പ്രത്യേകിച്ച് ബീഹാർ പറഞ്ഞു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലും അദ്ദേഹം അങ്ങനെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ഭരണഘടനാപരമായ പല പദവികളും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഗോവയിലടക്കം അത് സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ഗവർണറായിട്ടുള്ള മറ്റു രാജ്ഭവനുകളിൽ, ബീഹാറിന്റെ അടക്കം രാജ്ഭവനുകളിൽ ഈ പറഞ്ഞ പരിപാടികൾ, സർവകലാശാലയുടെ എല്ലാ പരിപാടികളിലും സെനറ്റ് യോഗങ്ങളിലടക്കം കൃത്യമായിട്ട് പങ്കെടുക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അത് കേരളത്തിലും അങ്ങനെ നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയുടെ 2 സെനറ്റ് യോഗത്തിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു. ബീഹാറിലടക്കം അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതനുസരിച്ച് ഇതിങ്ങനെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു കലാപമായിട്ട് ഈ ചിത്രം കാരണമാകുന്നത്. എനിക്കതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ് ആ പ്രസംഗത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും കരാർ ലംഘനം നടത്തിയിട്ടില്ല, അവിടെ ഉടമ്പടികൾ ഒന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല. ഭാരതമാതാവിന്റെ പടം സംഘാടകര് വെച്ചു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം നേരിട്ട് വന്ന് അവിടെ ആ പരിപാടി ചാൻസലറെ അധിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ ചാൻസലറെ അപമാനിക്കാനും ഈ പരിപാടി തടസ്സപ്പെടുത്താനുമുള്ള ശ്രമമാണ് എന്നുള്ളത് വ്യക്തമാണ്. അല്ല, ഇത് ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചത് ഒരുപക്ഷെ അനിൽകുമാർ ആവാനുള്ള സാധ്യത? സിൻഡിക്കേറ്റ് അംഗം എന്നുള്ളതിൽ എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരേ സമയം രജിസ്ട്രാർ
സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വന്ന് ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും സമാന്തരമായി അതേ സമയത്ത് തന്നെ സിൻഡിക്കേറ്റ് അംഗമായ ശ്രീമാൻ ഷിജു ഖാന്റെ നേതൃത്വത്തിൽ പുറത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അദ്ദേഹം അട്ടഹസിക്കുകയായിരുന്നു. ഇവിടെ ഈ പരിപാടി നടത്തില്ല എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സർവശക്തി സമാഹരിച്ചുകൊണ്ട് അവിടെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപക്ഷെ സമാന്തരമായിട്ട് മറ്റു മാധ്യമങ്ങളിൽ കൂടി സമരത്തിന് ആളുകളെ വിളിച്ചുകൂട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം നടത്തിയ ആഹ്വാനം കലാപത്തിന്റെ സാധ്യതയുള്ള ഒരു ആഹ്വാനമായിരുന്നു. ആ തരത്തിലാണ് അവിടെ കുട്ടികൾ വരികയും ചാൻസലറുടെ പരിപാടി, കുട്ടികൾ മാത്രമല്ല ഈ പറഞ്ഞ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം പുറത്തു നടന്നത്. അപ്പൊ സമാന്തരമായിട്ട് ഇവര് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ ഈ പരിപാടി പൂർണ്ണമായിട്ടും അലങ്കോലപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചാണ് ചാൻസലറുടെ കേരളത്തിലെ സർവകലാശാലകൾ SFIക്കും DYFIക്കും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ SFIക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയ സമയത്താണ് അവർക്ക് ഈ പ്രയാസങ്ങൾ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്തിയില്ലേ? സർവകലാശാലയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ സ്വൈരവിഹാരം പോലീസിന്റെ സഹായത്തോടു കൂടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. നമുക്കറിയാമല്ലോ, അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ റൂട്ടടക്കം, യാത്രാ സമയങ്ങളടക്കം കേരളത്തിന്റെ പോലീസ് SFIക്കാർക്ക് സമരക്കാർക്ക് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കൊല്ലം ജില്ലയിൽ തന്നെ ആയൂരിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ SFIക്കാർ നേരിട്ട് വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർക്ക് പോലീസിനെതിരെ തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളം കണ്ടതാണ്. പറയാം, താങ്കൾക്ക് തുടരാം. കേരളം കണ്ടതാണ്. ആയൂരിലെ അദ്ദേഹം തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വന്നു. അപ്പൊ പോലീസിന്റെ ഒത്താശയോടുകൂടി ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം ഒരു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലകളുടെ മുത്തശ്ശി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളില് സ്വകാര്യ സംഘടന നടത്തിയ ഒരു പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെയാണ് ഈ കലാപം മുഴുവൻ നടക്കുന്നത്. അതേ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ മതപരമായ ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. ഇന്ത്യപാത എന്ന നിലയിൽ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് ചെന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിചിത്രമാണ്. അവിടെ ചില വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ കവാടത്തിൽ തന്നെ ചാൻസലറെ അപമാനിക്കുന്ന ബാനറുകൾ ഉയർത്തുന്നു. സഭ്യമല്ലാത്ത ബാനറുകൾ, വാക്കുകൾ പോലും, വാചകങ്ങൾ പോലും എഴുതിയിട്ടാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ബാനറുകൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. അതുപോലെ സർവകലാശാലകളിലെ പ്രാതിനിധ്യ ജനാധിപത്യത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് നടപ്പാക്കാൻ ചില സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലർ അടക്കം രജിസ്ട്രാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിന് ഇത്തിരിയെങ്കിലും എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ വല്ലാതെ അവരെ എതിർക്കുകയും അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിജയ് എബ്രഹാം ഇടത് സഹയാത്രികനാണ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനാണ്. ശ്രീ വിജയ് എബ്രഹാം, താങ്കൾക്ക് നന്നായിട്ട് അറിയാം ഒരു സർവകലാശാലയിൽ രജിസ്ട്രാറുടെ റോള് എന്താണ് എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. രാഷ്ട്രീയം മാറ്റി നിർത്താം. രജിസ്ട്രാർ അന്ന് ആ വേദിയിൽ, സെനറ്റ് ഹാൾ വേദിയിൽ കാണിച്ചത് തെമ്മാടിത്തരല്ലേ? താങ്കള് ആങ്കർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഇന്ന് ജനാധിപത്യം ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സാംസ്കാരിക വൈവിധ്യമാണ്. വ്യത്യസ്തമായ ഭാഷ, വേഷം, ഭക്ഷണം, ആചാരം, അനുഷ്ഠാനം എന്നിങ്ങനെ വേണ്ട വ്യത്യസ്തമായ ആ വ്യത്യസ്തതയാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാനി, ഒറ്റ രാഷ്ട്രം, ഒറ്റ ഭാഷ, ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് വേണ്ട ഒറ്റ നികുതി എന്നൊക്കെ ഈ വൈവിധ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകദാനത ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രീകൃത ഇടപെടലുകൾ, ഈ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കേന്ദ്രീകൃത ഇടപെടല് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രിയാമ്പിൾ പറയുന്നത് പോലുള്ള മതേതരത്വവും സോഷ്യലിസവും ഒക്കെ തന്നെ എടുത്തു മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം RSSന്റെ ഒരു നേതാവ് പറയുന്നത് മാധ്യമങ്ങളിൽ കൂടെ പറഞ്ഞിട്ടില്ല കേട്ടോ, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല. അത് എങ്ങനെ അത് ഉൾപ്പെടുത്തി എന്നുള്ളത് ചർച്ച ചെയ്യണം എന്നൊരാവശ്യമാണ് RSS സർക്കാർ ദത്താത്രേയ ഹൊസബള പറഞ്ഞത്.
അതെ, RSSനെ സംബന്ധിച്ച് മതേതരത്വം എന്ന് പറയുന്ന വാക്കിനോട് അലർജി തുടങ്ങിയിട്ട് കാലമേറെയായി ഞങ്ങൾക്കറിയാം. അതേപോലെ സോഷ്യലിസം, സമത്വം എന്ന് പറയുന്ന ആശയത്തിനോടൊന്നും RSSനോ അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾക്കോ യാതൊരു യോജിപ്പില്ല. മറിച്ച് സമ്പന്നരേറെ സമ്പന്നരാകുന്ന ഒരു ഒരു സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ ട്രംപ് ഒക്കെ രാജ്യത്ത് സന്ദർശിക്കാൻ വന്നപ്പോൾ ചേരി പ്രദേശങ്ങളൊക്കെ വലിയ ഹോർഡിങ്, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഹോർഡിംഗ് ഒക്കെ എടുത്ത് മറച്ച സംഭവമൊക്കെ ഞാൻ ഇന്നിവിടെ ഓർക്കുകയാണ്. അതേ സമയത്ത് ആ സംഭവം നടക്കുന്ന ട്രംപിന്റെ ഒക്കെ വിസിറ്റ് ഇന്ത്യയിൽ നടക്കുന്ന G20 മീറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ത്രിപുരയിലൊക്കെ വലിയ കലാപങ്ങൾ നടക്കുകയാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെ വേട്ടയാടുന്ന, അവരുടെ വീടുകൾ കത്തിക്കുന്ന, കൃഷിയിടങ്ങൾ വാഹനവും കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് അടിസ്ഥാന കാരണം. ഇപ്പൊ ഇന്ന് നമ്മളുടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഈ ദേശീയത എന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ദേശീയത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിലെ ദേശീയത എന്ന് പറയുന്നത് തന്നെ ഒരു ആന്റി കൊളോണിയൽ ആയിട്ടുള്ള ഒരു ആശയമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ പിന്തുടർച്ചിരുന്ന നാടുവാഴിത്തത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ രൂപം കൊണ്ട ഒരു ജനങ്ങളുടെ ഒരു പ്രതിരോധ ആശയമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്ന ആശയം. എന്നാൽ ഇന്ന് ആ ദേശീയത കേവലം ഒരു ടെറിട്ടോറിയൽ നാഷണലിസം എന്ന രീതിയിലേക്ക് അത് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ പറയുന്നത് പോലെ റോട്ടിലിറങ്ങി നിന്നുകൊണ്ട് ചൈനയെ 4 തെറി വിളിക്കുക, പാകിസ്ഥാനെതിരെ 4 ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന ഇന്ത്യയുടെ പോലും ഭൂപ്രദേശമല്ലാത്ത പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനോ ഇറാനിന്റെ ഭാഗമോ ചൈനയുടെയോ ബംഗ്ലാദേശോ മ്യാൻമാറൊക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഒരു ഭൂപ്രദേശത്തില് ഒരു കാവിക്കൊടിയും പിടിച്ച ഒരു വനിത നിൽക്കുന്ന ചിത്രം ഒക്കെ ഇന്ന് ദേശീയതയുടെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആണ് ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ഈ ചർച്ചയിൽ വളരെ വൈകിയാണ് ഞാൻ ഈ ചർച്ചയിൽ കയറുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന ശ്രീ ഗോപകുമാർ പറയുന്ന ചില ഭാഗങ്ങൾ എനിക്ക് കേൾക്കാനായിട്ട് ഇടയായി. ഈ ഡോക്ടർ KS അനിൽകുമാറിനെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ചെങ്ങന്നൂർ ആയതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരിലുള്ള മറ്റൊരു കോളേജിൽ, ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിന്റെ പ്രിൻസിപ്പൾ എന്ന നിലയിലും അതിനു മുമ്പ് അധ്യാപകൻ എന്ന നിലയിലും തുടർന്ന് ശാസ്താംകോട്ട കോളേജിൽ പ്രിൻസിപ്പൾ എന്ന നിലയിലൊക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്ന സമയത്തും ഒക്കെ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമുണ്ട്. തികഞ്ഞ ശാന്ത സ്വഭാവത്തോടു കൂടി ആളുകളെ കേൾക്കുന്ന, നിയമം എന്താണോ പറയുന്നത് അതിനകത്ത് നിന്ന് മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, വളരെ കാർക്കശ്യത്തോടുകൂടി ഇടപെടുന്ന, വളരെ ശാന്തത കൈവിടാതെ സംസാരിക്കുന്ന, ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഡോക്ടർ അനിൽകുമാർ സാറിനെ നന്നായിട്ട് അറിയാം. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ആയിരുന്ന കാലഘട്ടം മുതൽ BTechനും MTechനും റാങ്കോടുകൂടിയാണ് അദ്ദേഹം പാസ്സായിരിക്കുന്നത്. തുടർന്ന് PhDയും അദ്ദേഹം എടുത്തിരിക്കുന്നത് ടെക്നോളജി, മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗവേഷണം ആ മേഖലയിലാണ്. യൂണിവേഴ്സിറ്റിയുടെ കേരള സർവകലാശാലയിലെ സെനറ്റിൽ അംഗമായിരുന്നു. 2 വർഷം അക്കാഡമിക് കൗൺസിൽ അദ്ദേഹം അംഗമായിരുന്ന ആളാണ്. കോളേജിൽ തന്നെയാണെങ്കിൽ പ്രിൻസിപ്പൾ എന്ന ചുമതലയ്ക്ക് മുൻപ് IQACയുടെ കോർഡിനേറ്റർ ആയിട്ടും ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പരിചയം ഏറെ അദ്ദേഹത്തിനുണ്ട്. അക്കാഡമിക് യോഗ്യതയിൽ യാതൊരു തർക്കവുമില്ല. വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. അപ്പൊ ഈ വിധത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മികവ് പരിഗണിച്ചിട്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ രജിസ്ട്രാർ എന്ന നിലയിൽ ചുമതലപ്പെടുത്തുന്നത്. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു വിധേയത്വം ഒരു ഘടകമേ ആയിട്ടില്ല. CPM വിധേയത്വം ഒരു ഘടകമേ ആയിട്ടില്ല. രജിസ്ട്രാർ എന്ന് പറയുന്നത് തന്നെ ഒരു സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന ആളാണ്. ഒരു സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. വിവിധ ഗവേണിംഗ് ബോഡീസിന്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. വ്യത്യസ്തമായ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന്റെ പൂർണ്ണമായ ചുമതല അദ്ദേഹമാണ്. ലെയ്സൺ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സർവകലാശാലയുടെ കോർഡിനേഷനും മാനേജ്മെന്റ്, അതൊക്കെ സമ്മതിക്കുന്നു. അദ്ദേഹം റാങ്ക് ഹോൾഡറാണ്, അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ആ പാഠമൊന്നും അന്ന് ആ വേദിയിൽ പ്രതിഫലിച്ചില്ലല്ലോ. ഇത് ഒരു സാമാന്യ മര്യാദ, അതായത് ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആദ്യം പുറത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹളം വയ്ക്കുന്നു, ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് PS ഗോപകുമാർ. അപ്പോൾ ഗവർണറെ തടയും
മാത്രമല്ല ഈ പരിപാടി സംഘടിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന SFI DYFIക്കാർ പുറത്ത് അല്ലേ, അകത്ത് ഈ വേദിയിൽ, അതും ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന വേദിയിൽ വന്നിട്ട് സംഘാടകരോട് പറയുകയാണ് ഇത് പരിപാടി റദ്ദാക്കിയിരിക്കുകയാണ്. അതിന് പറഞ്ഞ കാരണം മതചിഹ്നം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതേ രജിസ്ട്രാർ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് പറയുന്നു ഇങ്ങോട്ട് വരേണ്ട, പരിപാടി റദ്ദാക്കിയിരിക്കുകയാണെന്നൊക്കെ. ഇതിനൊക്കെയുള്ള അധികാരം രജിസ്ട്രാർക്ക് ആര് കൊടുത്തു എന്നുള്ളതാണ്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലറാണ് പരമാധികാരി അല്ലേ. ആ വൈസ് ചാൻസലറോട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പെർമിഷൻ, അനുമതി ചോദിക്കാനുള്ള ഒരു മര്യാദ അദ്ദേഹം കാണിച്ചില്ലല്ലോ. അതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? ശ്രീ അനിൽ നമ്പ്യാർ, താങ്കളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അങ്ങ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ എങ്ങനെ സംഘടന, ഞാൻ പറയാം, ഈ സംഘടന ഈ ഹാളില് വെച്ച ഒരു പ്രോഗ്രാം, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തണമെന്ന് പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സംഘടന അനുമതി ചോദിക്കുകയും ആ അനുമതി നൽകുന്ന സമയത്ത് തന്നെ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ ഹാളിൽ വെച്ചിട്ട്, ഒരു സർവകലാശാലയുടെ ഒരു ഹാൾ എന്ന നിലയിൽ അവിടെ വെച്ച് നടത്താൻ ഏത് രീതിയിലാണോ വിധത്തിലാണോ അത് നടത്തേണ്ടത്, അത് കൃത്യമായി നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആ ഹാളിൽ പ്രോഗ്രാമുകൾ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ ഈ പറഞ്ഞതുപോലെ രാജ്യവിരുദ്ധമായ അടയാളങ്ങളോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളോ അടയാളങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് മാത്രമല്ല, അതെ, കാവിക്കൊടി ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അടയാളമല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് മതപരമായ ഒരു അടയാളം എന്ന നിലയിൽ അവിടെ സംഘടിച്ചിരുന്ന വിദ്യാർത്ഥികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും ക്രിസ്ത്യാനികളുണ്ടല്ലോ, വ്യവസ്ഥകൾക്ക് ക്രിസ്ത്യാനികളുണ്ടല്ലോ. വിജി എബ്രഹാം സാർ, ഞാൻ തങ്ങളുടെ ദൈനംദിനത്തിലൊക്കെ ജീവിതത്തിലൊക്കെ കാവ്യങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു പൊതുപരിപാടിക്ക് കാവി കൊടി ഉയർത്തിയിരിക്കുന്ന, ഇന്ത്യയുടെ പോലും ഭൂപ്രദേശമല്ലാത്ത ഭൂപ്രദേശങ്ങളെയൊക്കെ അടയാളപ്പെടുത്തി ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമൊക്കെ പ്രതീകാത്മകമായി ഉപയോഗിക്കുന്നത് ഇന്നത്തെ ഈ ഒരു, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ ദേശീയതയെ വക്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്താ പറയാ, തങ്ങൾ ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇന്നത്തെ രാജ്യത്തിന്റെ ഒരു മതേതരത്വമോ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഒരു ടെറിട്ടോറിയൽ പ്രോത്സാഹിപ്പിക്കുന്ന അടയാളങ്ങൾ. ഇത്തിഫാദ എന്ന അറബി വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ചെറുത്തുനിൽപ്പ്, എനിക്ക് അറബിയൊന്നും അറിയത്തില്ല, ചെറുത്തുനിൽപ്പ് എന്നുള്ളതാണ്. പാലസ്റ്റൈനിലെ ജനങ്ങളെ പോലും കൊന്നൊടുക്കുന്ന ഈ ക്രൂരമായ പരിസരത്തില് അതിനോട് പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പാലസ്റ്റൈനിലെ ജനങ്ങൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യത്തിലെ ഒരു പദമാണ് ഹമാസിന്റെ വാക്കിന്റെ അർത്ഥത്തിലല്ല. ജനങ്ങള് ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് 55,000-ഓളം സാധാരണ മനുഷ്യര് ഇസ്രായേലിന്റെ നേതൃത്വത്തില്, സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ട്. ഇന്ന് ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യയിലുണ്ട്, പശ്ചിമേഷ്യൻ സ്ഥലത്തുണ്ട്. ഇന്ന് ലോകത്തെ മനുഷ്യ അവകാശത്തെ അതിന്റെ മാനവീയ മനുഷ്യർ മുഴുവനും ആ ചോദ്യം നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. ഇത്തിഫാദ എന്ന വാക്കിന് ഏതാണ്ട് ഒരു കാര്യം ശ്രീ ഡോക്ടർ ബിജു സാറിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ സംഘാടകർക്ക് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ കൊടുത്ത നിബന്ധനകളിലെ, അല്ലെങ്കിൽ സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് ഉള്ള നിബന്ധനകളിലെ അവിടെ മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നില്ല. മതപരമായ ആരാധന പാടില്ല എന്നാണ് പറയുന്നത്. മതപരമായ പ്രഭാഷണം പാടില്ല. ഈ രണ്ട് കണ്ടീഷനെ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. അവിടെ ഇപ്പോ ഒരു കാവിക്കൊടിയുള്ള പടം അവിടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിലക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശ്രീപത്മനാഭ സേവാ സമിതിയുടെ ലെറ്റർ പാഡിലാണ് അവര് അപേക്ഷ കൊടുത്തിട്ടുള്ളത് നേരത്തെ. ആ അപേക്ഷയിൽ അനന്തപത്മനാഭന്റെ പടമുണ്ട്. വളരെ മനോഹരമായ വർണ്ണചിത്രമുള്ള അനന്തപത്മനാഭന്റെ മുദ്രയോട് കൂടിയ ലെറ്റർ പാഡിലാണ് ഈ അപേക്ഷ കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം അവര് ബാനറിലോ മറ്റേതെങ്കിലും ആ സ്റ്റേജിന്റെ ഏതെങ്കിലും ഭാഗത്ത് അവരുടെ അടയാളം അല്ലെങ്കിൽ ഈ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ അടയാളം, അവരുടെ അനന്ത പത്മനാഭന്റെ ചിഹ്നം ഉപയോഗിച്ചിട്ടില്ല. അത്രയും മര്യാദ അവർ കാണിച്ചു എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഗോപകുമാർ സാറ് താങ്കൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തില് ഗവർണറായിട്ട് അദ്ദേഹം നിയമിതനായ നിമിഷം മുതൽ ഇപ്പം തുടർന്നു വന്ന ഗവർണറും ഏത് വിധത്തിലാണ് കേരളത്തിന് സമാധാനം ലംഘിക്കുന്ന തരത്തിൽ, സമാധാനത്തിന് ഭംഗം വരുന്ന തരത്തിൽ ഇവര് രാഷ്ട്രീയം ഇടപെടൽ കേരളത്തിൽ നടത്തുന്നതെന്ന് അങ്ങയ്ക്കും എനിക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് വിധത്തിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരം പ്രതിഷേധിക്കുന്നത്? ബിജി എബ്രഹാം അല്ലെ, ആദ്യത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന സമയത്ത് ആദ്യത്തെ 2 വർഷം നല്ലയാളായിരുന്നു, നല്ല ഗവർണറായിരുന്നു. അതെ 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 ഗവർണർ മോശക്കാരനായത്. ഗോപകുമാർ സാറേ, അത് എന്തുകൊണ്ടാണ് ഒരു ഗവർണർ അയാൾക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ഭരണഘടന നിന്നും ഇങ്ങനെ കൈയും കെട്ടിയിരുന്നാൽ കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ യുവാക്കളുടെ ഭാവി ഒരു ഗവർണർ ഏത് വിധത്തിലാണോ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ഇടപെടുന്നത് ആ ഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം സമാധാനപരമായിട്ട് പോകും. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉപകരണം എന്ന നിലയിൽ കേരളത്തിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് കളഞ്ഞേക്കാം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ കേന്ദ്ര ഭരണകൂടത്തിന്റെ ചട്ടുകം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോഴാണ് കേരളത്തിൽ സംഘർഷം ഉണ്ടായത്. ഇപ്പൊ തന്നെ നോക്കിയാൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത ഘട്ടം വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനെ ശക്തിപ്പെടുത്താനുള്ള സദുദ്യമമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നിങ്ങളുടെ അനുസരിക്കാൻ തയ്യാറാകാത്തപ്പോൾ ഗവർണർ മോശക്കാരനായി. അതെ, ഉന്നത വിദ്യാഭ്യാസമായിട്ടാണ് ഇടപെട്ടത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ ആര് കാവ്യവൽക്കരിക്കാൻ നോക്കി? അതെ, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കാവ്യവൽക്കരിക്കാനായിട്ട് നടത്തിയ ഇടപെടലുകൾ എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കാമോ താങ്കൾക്ക്? വൈസ് ചാൻസലർമാരെ നിയോഗിക്കേണ്ടത് ആരാണ്? അതിനകത്തെല്ലാം തന്നെ കൈകടത്തിക്കൊണ്ട് കേരളത്തിലെ വൈസ് ചാൻസലർ നേരത്തെ നിയമിച്ചുകൊണ്ടിരുന്നത് AKG സെന്റർ എന്നുള്ള ആ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അത് പറ്റില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഗവർണർ എടുത്തു. അതിലെന്താ തെറ്റ്? ഞാൻ പറയുന്ന ആളെ വീണ്ടും VC ആക്കാനുള്ള നിർദ്ദേശം ചെറുത്തപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മോശക്കാരനായി. കണ്ണൂർ സർവകലാശാലയിലെ ഗോപകുമാർ സാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നത്. അദ്ദേഹം അക്കാദമിക യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമില്ലാത്ത ആളൊന്നും ആയിരുന്നില്ല. മറിച്ച് തങ്ങളുടെ ഇംഗിതത്തിന് യോജിച്ച ആളുകളെ സർവകലാശാലയിലേക്ക് കൊണ്ടുവരണം എന്ന ആരിഫ് മുഹമ്മദ് ഖാനിന്റെ ശാഠ്യവും വാശിയുമാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത്. കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന മെറിറ്റിന് ഏറ്റവും അധികം മെറിറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. കണ്ണൂർ സർവകലാശാലയിലെ ശ്രീമാൻ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം ആവർത്തിച്ചു കൊടുക്കണം, തുടർ നിയമനം കൊടുക്കണമെന്നുള്ള വിഷയത്തിലാണ് ഇനിയും ഇത് ആവർത്തിക്കാൻ പറ്റില്ല, എന്റെ ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ നിയമനം കൊടുത്തു. ഇനി അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മോശക്കാരനായി മാറിയത്. അത് തെറ്റിദ്ധരിപ്പിച്ച് തിരുത്താൻ സാധിക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിന്റെ ഭാര്യയുടെ അനധികൃത നിയമനം അതും അദ്ദേഹം ചോദ്യം ചെയ്തു. അതോടുകൂടി അദ്ദേഹം അനഭിമതനായി. നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം, അതല്ല ഇവിടെയുള്ള ഗവർണർമാരെ കണ്ടു നിൽക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ നടന്നാൽ, നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടന്നാൽ പെർഫെക്റ്റ് ഓക്കെ. മാത്രമല്ല കേരളത്തിലെ സർവകലാശാലകളെല്ലാം SFIക്ക് അങ്ങ് പതിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ത് വൃത്തികേടും കാണിക്കാം, ആരും ഒന്നും ചോദ്യം ചെയ്യരുത്. അത് SFIക്കാർ ഏത് വിധത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടപെടുന്നത് എന്ന് ഉള്ളതിന്റെ നേർസാക്ഷ്യമല്ലേ കാലാകാലങ്ങളിൽ SFIക്ക് ലഭിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ?
അവരത്രയും മോശക്കാരായിരുന്നുവെങ്കിൽ ഗുണ്ടായിസം, എങ്ങനെയാണ് കേരളത്തിലെ ഗുണ്ടായിസം, ക്യാമ്പസുകളിൽ ഗുണ്ടായിസം. SFIക്ക് വീണ്ടും വീണ്ടും വിജയ് എബ്രഹാം, ഗുണ്ടായിസം അതെ താങ്കൾക്ക് ഞാൻ അതെ പറഞ്ഞു അതെ തരണോ? എ ഞാൻ ബി പറഞ്ഞു വി പിയുടെ തരണോ? സംഘപരിവാറിന്റെ ഗുണ്ടായുസത്തെ ചെറുക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അവർ അഭിമതനായി മാറുന്നത്. അല്ല, ഒരു അധ്യാപകൻ എന്ന കേരളത്തില് നിലയിൽ, ഒരു ഊക്കോട് വെറ്ററിനറി അധ്യാപകൻ എന്ന കോളേജിലെ ഒരു നിലയിൽ- പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതെ, അതെ. താലിബാൻ രീതിയിൽ കൊന്നത് ABVP പ്രതികരിക്കാനാ? അതെ, അല്ല, ഒരു ഊക്കോട് അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ കള്ളം അതെ, പറഞ്ഞോ? അതെ, അത് കള്ളം പറഞ്ഞു, സംഘപരിവാരത്തെ പക്ഷേ പ്രതികരിക്കാൻ പൂർണ്ണമായും കള്ളം പറയരുത്, ആ ദയവ് ചെയ്ത്. വിധത്തില് ഒരു ആക്രമണവും കേരളത്തിലെ ക്യാമ്പസുകളിലില്ല. SFI എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘർഷം Yes, yes. സൃഷ്ടിക്കുന്ന ഒരു പതിവ് ഒരു നിമിഷം, ഇല്ല. ഒരു നിമിഷം. നമ്മുടെ ശ്രീ വിഷയം വിജയ് അതുമല്ല. എബ്രഹാം, നിങ്ങള് ശ്രീ വിജയ് എബ്രഹാം, നമ്മൾ വിഷയത്തിൽ- കാട് കയറിയാണ് ഈ ചർച്ചയിലേക്ക് തിരിച്ചു അതെ, വരണമെന്ന് അതെ. അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിയമപരമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചതാണ്, വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തോട് ചോദിക്കേണ്ടേ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സെനറ്റ് ഹാളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, എന്താണ് ഞാൻ നടപടി സ്വീകരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമെങ്കിലും ആരായുക, അല്ലേ? രജിസ്ട്രാർ ഏറ്റവും മിനിമം അതെങ്കിലും ആ ഒരു മര്യാദയെങ്കിലും കാണിക്കേണ്ടതായിരുന്നില്ലേ? അതൊന്നും അദ്ദേഹത്തോട് ഒന്നും പറയാതെ, ടെലിഫോണിൽ പോലും ബന്ധപ്പെടാതെ സ്വന്തം നിലക്ക് തീരുമാനമെടുക്കണമെങ്കിൽ അത് ആരുടെ തിട്ടൂരപ്രകാരമാണ്? അങ്ങ് വീണ്ടും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. രജിസ്ട്രാർ വൈസ് എങ്ങനെയാണ് അത് ചാൻസലറിനെ വാസ്തവ വിരുദ്ധമാണെന്ന് പറയൂ. താങ്കൾ കാട് കയറി വൈസ് പറയാതെ കം ടു ദ ഇല്ല, പോയിന്റ്. വൈസ് ചാൻസലർ- ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വസ്തുതാവിരുദ്ധം? വൈസ് ചാൻസലറെ വൈസ് ഫോണിൽ വിളിച്ചോ? വിളിച്ചു 100 വട്ടം ഉറപ്പിച്ച് എനിക്ക് പറയാനായിട്ട് പറ്റും. രജിസ്ട്രാർ വൈസ് ചാൻസലറുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് വൈസ് ചാൻസലർ എന്ത് പറഞ്ഞു? പരിപാടി റദ്ദാക്കാൻ പറഞ്ഞോ? വിഷയം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ പരിപാടി റദ്ദാക്കാൻ പറഞ്ഞോ? വിഷയമൊന്ന് അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ആ. അതേപോലെ തന്നെ ഗവർണറുടെ ADCയും രജിസ്ട്രാറെ വിളിച്ചിരുന്നു. എന്താണ് അവിടെ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യവും പുറത്ത് നടക്കുന്നതും അകത്ത് നടക്കുന്ന സംഗതികളും കൃത്യമായിട്ട് രജിസ്ട്രാർ ഗവർണറുടെ ADCയെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം ഗവർണറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സംഘർഷം നടക്കുന്ന താങ്കൾ പറഞ്ഞു വരുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ ആ പരിപാടി റദ്ദാക്കിയത് എന്നാണ്. ഗവർണറോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതും VC-യുടെ നിർദ്ദേശപ്രകാരമാണോ? ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായി തിരികരുത്. താങ്കളല്ലേ പറഞ്ഞത്? താങ്കളല്ലേ പറഞ്ഞത് VC ആയിട്ട് സംസാരിച്ചു എന്ന് ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ഡോക്ടർ അനിൽകുമാർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ആ കൃത്യമായിട്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ അടുത്ത് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർ നോക്കട്ടെ, കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വേണ്ട നടപടികൾ എടുക്കാം എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് നൽകിയത്. അറിയാതെയല്ല. അതിനുശേഷം സംഭവിച്ചു കാര്യങ്ങൾ നോക്കട്ടെ എന്ന് ഫോർ ദ സേക്ക് വാദത്തിന് വേണ്ടി കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർ വെച്ചു. പിന്നെ സ്വന്തം നിലയ്ക്ക് ഇയാൾ എങ്ങനെയാണ് തീരുമാനം എടുത്തത്? രജിസ്ട്രാർ ആ തീരുമാനം അതിനാണ് അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ സർവകലാശാലയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അദ്ദേഹം ആ തീരുമാനം അദ്ദേഹമല്ലാതെ പിന്നെ മറ്റാരാണ് എടുക്കേണ്ടത്? അദ്ദേഹം എടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ അല്ല വിജയ് എബ്രഹാം, അങ്ങനെയാണെങ്കിൽ സംഘർഷം ആരുണ്ടാക്കി? SFIക്കാർ. ആ SFIക്കാരെ ആ വളപ്പിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിന് സെക്യൂരിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്? അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച SFIക്കാരെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുക. എന്തുകൊണ്ട് രജിസ്ട്രാർ അത് കണ്ടു നിന്നു? എന്തുകൊണ്ട് അദ്ദേഹം അത് ആസ്വദിച്ചു നിന്നു? കാരണം ആ സംഘർഷത്തിന് നേതൃത്വം നൽകിയത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഷിജു ഖാൻ ഉൾപ്പെടെയുള്ളവരാണ്, SFIക്കാരാണ്. SFIയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ താങ്കൾ പറയുന്നത് പ്രകാരം ആ സർവകലാശാലയിൽ ആ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി സുഗമമായി നടക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു നിലപാട് എടുത്തു, രജിസ്റ്റർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പുറത്ത് സംഘർഷമുണ്ടാക്കിയവരെ പിടിച്ച് പുറത്താക്കാനുള്ള ആ നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നില്ല? അതല്ല അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ആ പുറത്ത് നിന്ന് ബഹളം ഉണ്ടാക്കിയ ഷിജു ഖാൻ അടക്കമുള്ളവർ പറഞ്ഞതെന്തോ അതല്ലേ അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത്? അത് ആർക്കും മനസ്സിലാവുന്നതല്ലേ വിജയ് എബ്രഹാം?
അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ ആജ്ഞാനുവർത്തിയായി ഇദ്ദേഹം മാറി. CPM എന്താഗ്രഹിച്ചോ അതിനനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ചു. ശ്രീ RV ബാബു, രജിസ്ട്രാർ നിയമപരമായിട്ടാണോ ഇടപെട്ടത് ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ദേശീയത, മതേതരത്വം, സോഷ്യലിസം, ഏറ്റവും ഒടുവിൽ കാവ്യവൽക്കരണം വരെ എത്തി ബിജി എബ്രഹാം. ഇപ്പോൾ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. ഭാരതാംബയുടെ ഛായാചിത്രം ഉപയോഗിക്കുന്നത് പോലും അതിൽ ഹാരാർപ്പണം നടത്തുന്നതും അതുപോലെ പൂജ നടത്തുന്നതൊക്കെ അങ്ങനെയാണ് കാണേണ്ടത് എന്ന രീതിയിലാണ് ഇവരുടെ വ്യാഖ്യാനം. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം തന്നെയാണ് ബിജി എബ്രഹാമിൽ നിന്ന് കേട്ടത്. നമ്പ്യാരെ, ഇടതുപക്ഷത്തിൻ്റെ എന്നല്ല, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ശബ്ദമാണ് കേട്ടത്. അതിനപ്പുറമൊന്നും ഞാൻ കേട്ടില്ല. കാരണം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പറയുന്നത്. അദ്ദേഹം ജനഗണമന പാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജനഗണമന പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉയർത്തിയ വാദങ്ങൾക്കൊരു പ്രസക്തിയില്ല എന്ന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ ഫോട്ടോയിൽ ഭാരതത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അത് നമ്മുടെ ഭരണഘടനാ ലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ ജനഗണമന നിരോധിക്കണം സാർ. നിങ്ങൾ ആവശ്യപ്പെടുക ജനഗണമന നിരോധിക്കാനായിട്ട്. കാരണം സിന്ധ് നമ്മുടെ കൂടെ ഇല്ല. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, വംഗ, സിന്ധ് നമ്മുടെ കൂടെ ഇല്ല സാർ. പഞ്ചാബിൻ്റെ പകുതി നമ്മുടെ കൂടെ ഇല്ല സാർ. സാർ അധ്യാപകനല്ലേ, ജനഗണമന ചൊല്ലിയിട്ടില്ലേ? അപ്പോൾ ജനഗണമന നമുക്ക് നിരോധിക്കാം. അത്യാവശ്യം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ? അദ്ദേഹം പറയുന്നത് എന്താണ്? ചാൻസലർ, അതായത് രജിസ്ട്രാർ എന്ന് പറയുന്ന അയാൾ അവിടെ ഏകഛത്രാധിപതിയാണ്. അയാൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെയും അത്യുന്നത തലവൻ, ഭരണഘടനാ തലവൻ, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ഒരു കേവലം ഊച്ചാളിക്ക് കയറിയിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യാമെന്നോ? അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതാണോ? എന്നിട്ട് രജിസ്ട്രാറുടെ മഹത്വം പറയുക. അദ്ദേഹത്തിന് 2 റാങ്ക് ഉണ്ട്, അദ്ദേഹത്തിന് 3 PhD ഉണ്ട്, അദ്ദേഹം അങ്ങേയറ്റം ക്വാളിഫൈഡ് ആണ്. ഇതൊക്കെയുണ്ട്. സാമാന്യ മര്യാദയില്ലെന്നാണ് അർത്ഥം. എല്ലാം ഉണ്ടാകാം, പക്ഷെ സാമാന്യ മര്യാദയുള്ള ഒരാളല്ല. ആ ഗുരുതരമായ സർവീസ് ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു. കള്ളം പറയുന്നു രജിസ്ട്രാർ. അദ്ദേഹം പറഞ്ഞു സംഘാടകരെ നേരത്തെ അറിയിച്ചു എന്നാണ്. ഇനി ഇവിടെ അദ്ദേഹം ഈ അധ്യാപകൻ പറയുന്നുണ്ടായിരുന്നു അത് മതപരമായ ചടങ്ങ് നടത്താൻ പാടില്ല എന്ന്. ഞാനൊരു വാർത്ത ഇവിടെ വായിക്കാം. അനിൽ നമ്പ്യാരെ, The capital city's Christmas celebration were kick-started by the Christmas Carol night conducted by YMCA Trivandrum at University Senate Hall on December 1, 2024. Bishop Dr. Isaac Moore Felicianox of the Marthoma Syrian Church, Trivandrum, Kottarakara Diocese, inaugurated and blessed the occasion with a Christmas message. The celebratory night, which started with a song sung by the YMCA choir, was made into a melodious one by 16 choirs from various churches in the city. YMCA choir master Mr. Cheriyanuman was felicitated during the occasion. മതചടങ്ങായിരുന്നില്ലേ സാർ അത്? സെനറ്റ് ഹാളിൽ കഴിഞ്ഞ വർഷം നടന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞേ. മതചടങ്ങായിരുന്നില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭരണഘടന, മാങ്ങാത്തൊലി, ഇതൊക്കെ അങ്ങ് പറയുക. എന്നാണ് സാർ നിങ്ങൾ ഭരണഘടന അംഗീകരിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ അംബേദ്കർ പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ അധ്യാപകനല്ലേ? 1949 അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടത്തിയ അവസാനത്തെ പ്രസംഗമുണ്ട്. 1949 നവംബർ മാസം 25 ബിജി എബ്രഹാം ഒന്ന് എടുത്ത് വായിക്കണം. ആരാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവര്, എതിർക്കുന്നവര് എന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സാർ. എടുത്ത് വായിക്കേ. കമ്മ്യൂണിസ്റ്റുകാർ, അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്, ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യത്തോട് അവർക്ക് എതിർപ്പാണ്. കാരണം അംബേദ്കറുടെ മുന്നിലാണ് 1948 കൽക്കട്ട തീസിസ് നടന്നത്. കൽക്കട്ട തീസിസിനോട് ബന്ധപ്പെട്ടുള്ള അട്ടിമറി സമരങ്ങൾ, ഇന്ത്യയെ അട്ടിമറിക്കാൻ, ഇന്ത്യയെ തകർക്കാൻ ആസൂത്രിതമായി സോവിയറ്റ് യൂണിയന്റെ പണം വാങ്ങി ഇന്ത്യയിൽ അട്ടിമറി സമരങ്ങൾ നടത്തി കലാപം സൃഷ്ടിക്കാൻ, വിപ്ലവ തോക്കുകളിലൂടെ കൊണ്ടുവരാൻ ഒക്കെയുള്ള ശ്രമം നടത്തിയത്. അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേ, തകരു തകരു തകരു, നിന്റെ കൊടിമരങ്ങൾ തകരണം. ഇതായിരുന്നു സാർ നിങ്ങളുടെ സഹാക്കന്മാർ വിളിച്ച മുദ്രാവാക്യം. അന്നത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ നിങ്ങൾ നടത്തിയ സമരങ്ങളാ. അന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അവരാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, അവരാണ് ഈ ഭരണഘടനയെ എതിർക്കുന്നവർ.
പിന്നെ ഇങ്ങ് താങ്കൾ സോഷ്യലിസം, മതേതരത്വം ഇതൊക്കെ ഭരണഘടനയിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ അതുണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ പ്രിയാമ്പിളിൽ തിരുത്തുവരുത്തി പാർലമെന്റ് ഇല്ലാത്ത സമയത്ത്, പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ച സമയത്ത്, പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ട പ്രൊസീജിയർ ഒന്നും വരുത്താതെ, അതിനുവേണ്ട യാതൊരു അധികാരവുമില്ലാതെ ചെയ്ത കാര്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പാടില്ല, സോഷ്യലിസം ഞങ്ങൾക്ക് വലിയ മാങ്ങാത്തുലിയാണെന്നാണ്. എന്ത് സോഷ്യലിസം സാർ? എവിടെയാണ് സോഷ്യലിസം? എന്താ സോഷ്യലിസത്തിന് ഭരണഘടനയിൽ നിർവചനം ഉണ്ടോ? ഈസ് ഇറ്റ് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് സോഷ്യലിസം? സോഷ്യലിസത്തെ സംബന്ധിച്ച് ഭരണഘടനയിലുള്ള പ്രിയാമ്പിളിലെ സോഷ്യലിസത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണെന്നാണ്. ലിംഗസമത്വം, അവസര സമത്വം, തുല്യനീതി, ഇതിനെയൊക്കെ സംബന്ധിച്ച്. മറിച്ച് സോഷ്യലിസത്തിന്റെ ആത്യന്തിക സങ്കല്പം അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ സമ്പത്തുമായി ബന്ധപ്പെട്ട സ്വത്താവകാശത്തെ സംബന്ധിച്ച് സ്വകാര്യ സ്വത്താവകാശം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു. അതോടെ സോഷ്യലിസത്തിന്റെ മരണമണി ഇന്ത്യൻ ഭരണഘടനയിൽ മുഴക്കി കഴിഞ്ഞു. പിന്നെ എന്തിനാ? അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സോഷ്യലിസത്തിന് പക്ക എതിരായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നീണ്ട ചർച്ച നടത്തിയതാണ്. ശ്രീ KT ഷാ 3 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡിബേറ്റിൽ. ആ 3 ഭരണഘടനാ ഭേദഗതിയും തള്ളിക്കളഞ്ഞു. അംബേദ്കർ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു അടക്കം. എന്നിട്ട് ആ സോഷ്യലിസത്തെ കുറിച്ച് എവിടെയാണ് സോഷ്യലിസം? ഏതിലാണ് സോഷ്യലിസം? ഈ കഴിഞ്ഞ വർഷമാണ് 2024 9 അംഗ ഭരണഘടനാ ബെഞ്ച്, DY ചന്ദ്രചൂഡിന്റെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് 976 മറ്റോ VR കൃഷ്ണയ്യര് ഈ സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ച് സർക്കാർ ഭൂമി സർക്കാരിൻ്റെതാണ് ആത്യന്തികമായി പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അതങ്ങ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ, സോഷ്യലിസം എന്നുള്ള സങ്കല്പമൊക്കെ ആധുനിക ലോകത്തിന് പറ്റാത്തതാണ്. ഈ 90-കളിലാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെയുള്ള നയം രാജ്യം കൊണ്ടുവന്നത്. അതൊക്കെ സോഷ്യലിസം ചേർന്ന നയങ്ങളായിരുന്നോ? അതെങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സോഷ്യലിസം എന്നുള്ളത്. അതിവിടെ നടപ്പാവാൻ പോകുന്നില്ല. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി മതേതരത്വം എന്താണ് സാർ? മതേതരത്വം എന്താണെന്ന് നിർവഹിച്ചിട്ടുണ്ടോ? എന്താ മതേതരത്വം? മതേതരത്വം എന്നുള്ളതും ഈ രാജ്യത്ത് നിലവിലുള്ള സങ്കല്പത്തിനെതിരാണ് ഈ പാശ്ചാത്യ സങ്കല്പമായ മതേതരത്വം. മതേതരത്വം എന്താ? അത് മതങ്ങളോടുള്ള നിരാസമാണ്, വിശ്വാസങ്ങളോടുള്ള നിരാസമാണ്. അബ്സല്യൂട്ട്ലി അതൊരു ഭൗതികവാദ സങ്കല്പമാണ്. ഭാരതം അതിൽ വിശ്വസിക്കുന്നില്ല. സർവമത സമഭാവത്തിലാണ് ഭാരതത്തിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് 976 വരെ, 76 മുമ്പ് ഇതൊന്നും ഈ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ ഇത് വേണ്ടാന്ന് വെച്ചത്. കാരണം ഭാരതത്തിൽ ഇൻബിൽട്ടാണ് ഈ മതേതരത്വം എന്ന്, ഈ സർവമത സമഭാവം എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിന് ഇൻബിൽട്ടാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോ 2014 മുതൽ മോദി അധികാരത്തിൽ വന്നത് മുതൽ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാകെ തകർന്നിരിക്കുന്നു, ഭരണഘടന ആകെ പൊളിഞ്ഞിരിക്കുന്നു, എലക്ഷൻ നടക്കുന്നത് തെറ്റായ രീതിയിലാണ്. എത്ര പരാതികൾ പോയി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നടന്നു, എവിടെയെങ്കിലും അത് എത്തിയോ? ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോ? ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ? ജനങ്ങൾ മാത്രമാണോ ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും നിങ്ങളുടെ വാദഗതികളെ തള്ളിക്കളഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ കൊതിക്കെറിവാണ്. നിങ്ങൾ നിരന്തരമായി പരാജയപ്പെടുന്നു. നിങ്ങളിപ്പോൾ കേരളത്തിന്റെ മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ നിരാശയും അതിന്റെ വേവലാതിയും കൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയിലെ ആകെ അവസ്ഥ അങ്ങ് മോശമായി എന്നാണ്. അവസ്ഥ മോശമായത് ഈ കഴിഞ്ഞ ഈ രാജ്യത്ത് ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ട, ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 975 സാർ. ആ പരിപാടിയാണ് നിങ്ങൾ കലക്കാൻ നോക്കിയത് സെനറ്റ് ഹാളിൽ. ആ പരിപാടിയാണ് നിങ്ങൾ കലക്കാൻ നോക്കിയത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഭരണഘടന അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാചകടിച്ചാൽ അങ്ങനെ വെറുതെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല സാർ. അതിന് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ടേ വിടൂ. ശ്രീ ഗോപകുമാർ, വൈസ് ചാൻസലറെ അദ്ദേഹം വേദിയിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നോ? ഡോക്ടർ മോഹൻ കുന്നുമലിനെ ഡോക്ടർ അനിൽകുമാർ വിളിച്ചിരുന്നോ? മോഹൻ കുന്നുമലിനെ വിളിച്ചതായിട്ട് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹം രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. ആ റിപ്പോർട്ട് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് കൊടുത്തത്. ആ റിപ്പോർട്ടിന്മേൽ തൃപ്തികരമല്ല എന്നുള്ള നിലയിൽ വീണ്ടും വിശദീകരണം ചോദിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. ഇവിടെ വേറെ 1-2 കാര്യങ്ങളോട് സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, ഈ പരിപാടിയെ സംബന്ധിച്ച് സംഘാടകർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിലെ, നിബന്ധനകളിലെ
ഒരു നിബന്ധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപരമായ പരിപാടികൾ പാടില്ല, പ്രഭാഷണങ്ങൾ പാടില്ല, ആരാധന പാടില്ല എന്നൊരു കണ്ടീഷൻ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ച് ഈ വിവാദം ഉണ്ടായതിനു ശേഷം സർവകലാശാലയിൽ നിന്ന് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടിയ നിബന്ധനകളുടെ പകർപ്പിൽ പബ്ലിക് റിലേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുള്ള ആ നിബന്ധനകളുടെ പകർപ്പിൽ ഇങ്ങനൊരു കണ്ടീഷൻ ഇല്ല. രണ്ടാമത്തെ ഈ പറയുന്ന ഒപ്പിട്ട് വാങ്ങിയ നിബന്ധനകളിലെ രണ്ടാമത്തെ നിബന്ധനയായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സംഗതിയാണ്. രജിസ്ട്രാർ സ്വന്തം നിലയില് സർവകലാശാല കാലാകാലങ്ങളായി അംഗീകരിച്ച് പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഈ സെനറ്റ് ഹാൾ സംബന്ധിച്ച്, സെനറ്റ് ഹാൾ വാടകയ്ക്ക് നൽകുന്നത് സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള നിബന്ധനകളിലെ രജിസ്ട്രാർ സ്വന്തം നിലയ്ക്കാണോ ഈ തരത്തിലൊരു അഡീഷണൽ നിബന്ധന എഴുതി ചേർത്തത് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. എനിക്ക് പ്രാഥമികമായിട്ട് കിട്ടിയ അന്വേഷണത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒപ്പിട്ട് കൊടുത്ത പകർപ്പില് അവരുടെ സംഘാടകത്തിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഞാനും സഹപ്രവർത്തകരും ഇതിന്റെ നിബന്ധനകളുടെ പകർപ്പ് സമാഹരിച്ചു. ആ സമയത്ത് ഇങ്ങനൊരു കണ്ടീഷൻ ഇല്ല. അപ്പോ സർവകലാശാലയുടെ നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കാജനകമായ ഇടപെടൽ കൂടി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട വിജി സാർ സൂചിപ്പിക്കുകയുണ്ടായി ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ദേശീയ പതാകയെ കുറിച്ച്, ദേശീയ പതാകയുടെ അവരുടെ ആദരവിനെ കുറിച്ച് ബാബുചേട്ടനോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം 1950 ജനുവരി മാസം 26 തീയതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ബലിദാനി രക്തസാക്ഷിയുടെ പേര് ഓർക്കുകയാണ്, സർദാർ ഗോപാലകൃഷ്ണൻ. ഓർക്കുന്നുണ്ടാവും, വിജി സാർ ഓർക്കുന്നുണ്ടാവും. തൃശൂർ ജില്ലയിലെ നാട്ടികയിലെ ആണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണെന്ന് കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ദേശീയ പതാകയല്ല ഉയർത്തേണ്ടത്, കറുത്ത പതാകയാണ്, കരിങ്കൊടിയാണ് എന്നുള്ള നിലയിൽ പരസ്യമായിട്ട് പാർട്ടിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് കരിങ്കൊടി, ദേശീയ പതാക അഴിച്ചു മാറ്റി കരിങ്കൊടി ഉയർത്താൻ നടത്തിയ ശ്രമത്തിനിടെയാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. 1963 വരെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വായിച്ച അനുഭവം വെച്ച് പറയുമ്പോൾ 1963 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പതാക ഉയർത്താൻ തയ്യാറായിരുന്നില്ല, കരിങ്കൊടിയാണ് ഉയർത്തിയിരുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പോഴേ ത്രിവർണ്ണ പതാകയോട് വലിയ മമതയും അതുപോലെ തന്നെ കാവിക്കൊടിയോടുള്ള വെറുപ്പും ഇപ്പൊ പ്രകടിപ്പിക്കുന്നു. 63 വരെ ഇങ്ങനെ ആയിരുന്നില്ല. ത്രിവർണ്ണ പതാകയോട് അങ്ങനെയടക്കമുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ചിന്താഗതി ഉള്ളവർക്കും ഈ മമത ഉണ്ടായിരുന്നില്ല. ഇപ്പോ മാറി വന്നത് സ്വാഗതാർഹമാണ്, സന്തോഷമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രജിസ്ട്രാറെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്കും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണ്. ഈ പറയുന്ന അങ്ങ് പറഞ്ഞതിൽ പലതിനോട് ഞാൻ യോജിക്കുന്നു. ശാന്ത സ്വഭാവക്കാരനാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യം ആശങ്കപ്പെട്ടത്. ഈ ശാന്തതയെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ തരത്തിലൊരു അരുതാത്ത പ്രക്രിയയിലേക്ക് തള്ളിവിട്ടതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് ഈ സർവകലാശാലയുടെ പ്രോപ്പർട്ടിയുടെ സംരക്ഷണത്തെ കുറിച്ച് അങ്ങ് അവലാതിപ്പെട്ട് കണ്ടു. 2 മാസം മുമ്പ് കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെനറ്റ് ഹൗസ് ക്യാമ്പസിൽ SFI വിദ്യാർത്ഥികൾ കുടില് കെട്ടി സമരം ചെയ്തു. കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഗതിയാണ്. അപ്പൊ ഈ സംഗതി കണ്ടിട്ടും ആഴ്ചകളോളം ആ കുടിൽ അവിടെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. അവസാനം സഹികെട്ടിട്ട് നിരന്തരമുള്ള പരാതി, ഞങ്ങളുടെ അടക്കം നേരിട്ടുള്ള പരാതിയും അതുപോലെ തന്നെ രേഖാമൂലമുള്ള മറ്റ് പരാതികളും പരിഭവങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ചാൻസലർ ഇടപെട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ തന്നെ നിയമമന്ത്രിയെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥ അധികാരികളെയും കളക്ടറെ അടക്കം വിളിച്ചു വരുത്തി നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ആ കുടിൽ അവിടെ നിന്ന് പൊളിഞ്ഞു മാറിയത്. അപ്പൊ ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ടവരെ ഇടപെട്ടപ്പോഴാണ് പൊളിഞ്ഞു മാറിയത്. അപ്പോൾ സർവകലാശാലയുടെ സംരക്ഷണത്തിലൊന്നും ഇവരെ ഒന്നും നേരത്തെ കണ്ടിരുന്നില്ല. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യത്തിൽ നേരത്തെ ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാല് ചാൻസലറുടെ നിർദ്ദേശാനുസരണം വൈസ് ചാൻസലർ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കിട്ടിയ മറുപടി, രജിസ്ട്രാറിൽ നിന്ന് കിട്ടിയ മറുപടി തൃപ്തികരമല്ല എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് കിട്ടിയ വിവരം. ഇത് സർവകലാശാലയുടെ രജിസ്ട്രാറും അതുപോലെ തന്നെ ചാൻസലറും അതുപോലെ തന്നെ വൈസ് ചാൻസലറും ആയിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ നേരിട്ട് പരിമിതിയുണ്ട്.
അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഇതിനോടകം തന്നെ പരാതി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ചാൻസലർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് രജിസ്ട്രാറുടെ ഇടപെടൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആശങ്കപ്പെടുന്നത് സർവകലാശാലയിലെ ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറുമായിട്ട് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയുടെ ഇത്തരം സാഹചര്യങ്ങൾ സംജാതമായത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ സർവകലാശാലകളിലെ കോക്കസ് ഭരണം അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ചിലരുടെ ഇംഗിതത്തിന് വഴങ്ങി ചട്ടുകമായിട്ട് രജിസ്ട്രാർ പ്രവർത്തിക്കുന്നു, രജിസ്ട്രാർ കൂടിയാലോചനകൾ നടത്തുന്നില്ല, തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനൊക്കെ അറുതി വരുത്തേണ്ടതല്ലേ? അല്ല നമ്പ്യാരെ, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ബിജി എബ്രാഹിമിന്റെ എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളെയൊക്കെ വളരെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേരളത്തിലെ സർവകലാശാലകളില് അതിനെ ബാധിച്ചിരിക്കുന്ന ഒരു ദുരന്തമാണ് ഒരു എന്താ പറഞ്ഞ ഇടതുപക്ഷ കോക്കസ്. അതിന്റെ പരീക്ഷ നടത്തിപ്പ് മുതൽ അങ്ങ് തുടങ്ങിയാൽ എല്ലാ നിലയിലും ഇവരുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള കൈകടത്തൽ. അതിന്റെയൊക്കെ ദുരന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സർവകലാശാലയിൽ വിദ്യാഭ്യാസ നിലവാരമൊക്കെ വല്ലാത്ത താഴോട്ട് പോയി. അതൊക്കെ നമുക്കിപ്പം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം അത് സംഘടിപ്പിക്കേണ്ട സ്ഥലം സർവകലാശാലയുടെ സെനറ്റ് ഹാളാണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റവിടെ. ഇനി അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുന്ന ഹാളിൽ പ്രദർശിപ്പിക്കേണ്ട ചിത്രമാണോ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഭാരതാംബയുടെ ചിത്രം? ഇതൊക്കെ എന്തിനു വേണ്ടി പ്രദർശിപ്പിക്കുന്നു? ഇത് എന്തിനു വേണ്ടി ഇതൊക്കെ നടത്തുന്നു? ഇവിടെ ഗോപകുമാർ പറഞ്ഞു അടിയന്തരാവസ്ഥയിലെ ഭയാനകമായ ഭീകരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ 50 കൊല്ലം കഴിയുമ്പോൾ. അപ്പൊ ഞങ്ങളൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഞങ്ങൾ ഇനി അടുത്ത കൊല്ലം ഇന്ദിരാഗാന്ധി 1980 തിരിച്ചു വന്നതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. ഇവിടെ അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ ഭയങ്കര ഭയാനകമായ ഭീകരമായ രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു, 28 മാസം കഴിഞ്ഞപ്പോൾ 4 ഭൂരിപക്ഷത്തോടെ അതേ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യപരമായ ഓടുപൊളിച്ചല്ല വന്നത്, ജനാധിപത്യപരമായ രീതിയിലാണ് തിരിച്ചു വന്നത്. ഇവിടെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പുട്ടിന് പീരയിടുന്നത് പോലെ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും ഒക്കെ വല്ലാതെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇപ്പോ അടിയന്തരാവസ്ഥയുടെ വാർഷികം, ആ വാർഷികം, ഈ വാർഷികം എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വിനയപുരസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതാണോ അതല്ല സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഇതൊക്കെ നടത്തുന്നതാണോ? വേറെ എത്രയോ ഹാളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില ഹിഡൻ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ ഒക്കെ അതൊന്നൊന്നായി പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഒരു വാക്കുകൂടി പറഞ്ഞുണ്ട്, ഇവിടെ ഭരണഘടനയെ കുറിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ആ പരിപാടി എവിടെ വെച്ച് നടത്തണം എന്നുള്ള ആ സ്വാതന്ത്ര്യമെങ്കിലും അനുവദിക്കൂ. ആ സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചല്ല. അല്ല, ഞാൻ ചോദിക്കുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം നിങ്ങൾക്ക് എന്താ പറഞ്ഞ ഭാരതി അല്ല നിങ്ങൾക്ക് നടത്താവുന്നേ. ഞങ്ങൾ ചോദിക്കുന്നത് അത് ഇവിടെ തന്നെ വേണം എന്ന്. അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം നിങ്ങൾ നടത്താൻ അത് അവിടെ തന്നെ വേണം. അതിന് അനുമതി കൊടുക്കുന്നവരും അവരും ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഇനി അനുമതി കിട്ടിയവര് അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് മാത്രമാണോ ഈ പരിപാടി നിങ്ങൾക്ക് നടത്താനായിട്ട് കഴിയുള്ളൂ? അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലർക്ക് ചിലരെയൊക്കെ ആക്ഷേപിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റുന്നു. അപ്പൊ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാകുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ കേൾക്കാൻ ഇരുഭാഗവും തയ്യാറാണ്. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് മറിക്കാനോ മറക്കാനോ അത് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ആരാണോ ആ തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ നമ്പ്യാരെ, ഓക്കെ, എന്തായാലും സമയപരിമിതി കൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർ വിശദീകരണം നൽകിയിരിക്കുന്നു. നേരത്തെ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് തൃപ്തികരമല്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന സൂചനകൾ ആണ് പുറത്തു വരുന്നത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.